എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. കാലത്തെ ആയതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു റവ ദോശ ഉണ്ടാക്കാമേ. അപ്പോൾ ഞാൻ എന്താ റവയെല്ലാം കുതിർത്ത് നേരത്തെ ഒരു കപ്പ് റവ എടുത്ത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് രാവിലെ ഇപ്പം കാപ്പിക്ക് ദോശയോ അപ്പമോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റവ വെച്ചൊരു ദോശ ഉണ്ടാക്കാം കേട്ടോ. ഈസിയാണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുതിർത്ത് വെച്ചേക്കണം, നമുക്ക് ജാറിലോട്ട് ഒഴിക്കാം. എൻ്റെ കൂടെ നമുക്ക് ഉപ്പിടാം. ഉപ്പ് പരുവത്തിനിടുക. ഇനി നമുക്ക് വേണ്ടുന്നത് തൈരാണ്. നല്ല 2 സ്പൂൺ തൈരിടണം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു 3 സ്പൂൺ അരിപ്പൊടി. 3 സ്പൂൺ അരിപ്പൊടി വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ അരച്ചുകൊണ്ട് വരിക. വെള്ളം എടുത്തു. ഇത് നമുക്ക് നല്ല ദോശയ്ക്ക് കലക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ അതേപോലെ കലക്കുക. ആദ്യം തന്നെ സ്പൂൺ വെച്ച് റവയും മാവും എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പും തൈരും എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ മാവ് കട്ടിയായിട്ടിരിക്കും. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരിക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ദോശ ഉണ്ടാക്കാം. കാലത്ത് അരിയിട്ടില്ല, അപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഒന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് ഒരു റവ കൊണ്ട് നല്ല അടിപൊളി ഒരു ദോശ ഉണ്ടാക്കാം. ഇനി ഞാനൊന്ന് അടിച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് റവ ദോശയുടെ മാവൊക്കെ ഞാൻ കറക്റ്റായിട്ട് ആട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഇരിക്കണം, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ജീരകം ഇടും. ഈ ജാറിൽ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി, വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റിയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ജീരകം. ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് പരുവത്തിനാക്കിയിട്ട് നമുക്ക് ഇത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എളുപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കല്ലൊക്കെ ചൂടാക്കി ആദ്യം പോയി വെച്ചേക്കണം. നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ്. ഈ കല്ലൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പം നമുക്ക് കാപ്പിയൊക്കെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നെയ്യ് ഒഴിക്കാം. അത് നമുക്ക് എള്ളോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. റവ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. കണ്ടില്ലേ എന്ത് എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ തേങ്ങ വെള്ള ചമ്മന്തി വേണം അരിച്ച് കഴിക്കാൻ. നല്ല ടേസ്റ്റ്, കരിമുര ഇരിക്കുകയും ചെയ്യും, നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എളുപ്പം തന്നെ റവ ദോശ ഉണ്ടാക്കാൻ പറ്റും. അരി വെള്ളത്തിൽ ഇട്ടോ ഒന്നും വിഷമിക്കേണ്ട. അതുമല്ല, അന്ന് ഇടാൻ പറ്റാത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മുരിച്ച് നമുക്കെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.